കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ബിഷപ്പ് ഉണ്ടെങ്കിൽ രേണുസുതിക്കെതിരെ അതോടെ തന്നെ ഉണ്ടെങ്കിൽ കിച്ചുവിനെതിരെ ഉണ്ടെങ്കിൽ ഒരു നോട്ടീസ് അയക്കുന്നത് തൻ്റെ പേരുണ്ടെങ്കിൽ ഇത് മോശമായിട്ടുള്ള രീതിയിൽ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആ നോട്ടീസിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ തനിക്കെതിരെ പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ താനുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ള പുരയിടം തിരിച്ചു തരണമെന്നുള്ളതായിരുന്നു ആ നോട്ടീസിലുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടുണ്ടെങ്കിൽ രേണുസുതിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വക്കീലിനെ കാണുക, അത് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബിഷപ്പിന്. ആ സമയത്താണ് ബിഷപ്പിൻ്റെ ഒരു പുതിയൊരു ഓഡിയോ പോലും ഇപ്പോൾ റിലീസായിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതാണ്. താനുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ തന്നെ ഉണ്ടെങ്കിൽ അവർ എത്ര ദ്രോഹിക്കാൻ പറ്റുന്നു അതിന് അത്രയും ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ പേര് ഭയങ്കരമായിട്ട് മോശമാക്കുക, എന്നിട്ട് തന്നെ ആൾക്കാരുടെ മുമ്പിലുണ്ടെങ്കിൽ ഭയങ്കര ക്രൂരനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് കറക്റ്റുള്ള കാര്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രേണു ഒക്കെ ഉണ്ടെങ്കിൽ പലവട്ടം ഉണ്ടെങ്കിൽ ബിഷപ്പിനെ കളിയാക്കി പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിച്ചതാണ്. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് വെക്കാതെ ഇതേ കണക്കുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് ഇതേ കണക്കത്തുള്ളൊരു കാര്യം ചെയ്തത്. എല്ലാവരും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഇതേ കണക്ക് ചെയ്യണം, ആ പുരയിടം തിരിച്ചു വാങ്ങണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒടുവിലുണ്ടെങ്കിൽ ആ തീരുമാനം എടുത്തിട്ട് ഇതേ കണക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും ശരി, ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് രണ്ടുപേരും തമ്മിൽ അടിയാവുക അല്ലെങ്കിൽ ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ.